എത്ര പോഷകഗുണം ഉണ്ടെങ്കിലും ആഹാര സാധനങ്ങൾക്ക് രുചിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ചേരേണ്ട ചേരുവകൾ അതിൻ്റെ പ്രൊപ്പോർഷനിൽ ചേർത്തുണ്ടാക്കിയാൽ നമുക്ക് രുചികരമായിട്ട് കഴിക്കാം. ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല രുചിയിൽ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ 1/2 കപ്പ് ഓട്സ് ഇട്ടിളക്കുക. ആദ്യമേ ഓട്സ് ഇടുകയാണെങ്കിൽ തുടക്കം മുതലേ നമ്മൾ ഇളക്കേണ്ടി വരും. ഇങ്ങനെ ഓട്സ് കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. വളരെയധികം പോഷകഗുണമുള്ള ക്യാരറ്റ് ഈ ഓട്സിന് രുചിയും ഗുണവും നിറവും നൽകുന്നു. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ 1/2 കപ്പ് പാലൊഴിച്ച് തിളപ്പിക്കുക. പാലിന് പകരം ബദാം അരച്ച് ചേർക്കുകയോ തേങ്ങാപ്പാലോ ഒക്കെ ചേർക്കാവുന്നതാണ്. പാൽ ഉപയോഗിക്കാത്തവർക്ക് തിളച്ച വെള്ളം കൂടുതലായി ചേർത്താലും മതി. അങ്ങനെ ഇന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കുക. ഉണക്കമുന്തിരിയുടെ കൂടെ മധുരം താല്പര്യമുള്ളവർക്ക് ഈന്തപ്പഴം കട്ട് ചെയ്തും ചേർക്കാം. ഇവിടെ നമ്മൾ തേനോ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നാച്ചുറലായ മധുരമാണെല്ലാം. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. ഇങ്ങനെ ചൂടോടെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റും ഗുണവും വർദ്ധിപ്പിക്കാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ ചെറുപഴം കട്ട് ചെയ്തത് ചേർക്കാം. ആപ്പിൾ മുറിച്ചിടുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് നൽകും. ഇവിടെ 2 പേർക്ക് മതിയാവോളം കഴിക്കാനുള്ള ഓട്സിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലെടുത്ത് നമ്മുടെ കൈവശമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പംകിൻ സീഡാണ് ചേർക്കുന്നത്. അങ്ങനെ പോഷകഗുണമുള്ളതും രുചികരവുമായുള്ള എളുപ്പം ഉണ്ടാക്കാവുന്നതുമായ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.